നാട്ടിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ അമ്മയുടെ കൂടെ പറമ്പിലോട്ട് ഇറങ്ങി. അമ്മ രാവിലെ തന്നെ പിള്ളേരെ റബ്ബറും മരവും അതിൻ്റെ കറ എടുക്കുന്ന പരിപാടികളും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കാനഡയും നാടുമായിട്ട് രാവും പകലിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ജെറ്റ് ലാഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഉറക്കം ഒന്നും ശരിയായി വന്നിട്ടില്ല. രാവിലെ തന്നെ പിള്ളേർ സെറ്റും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ശാന്തതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ പണ്ട് വെച്ചിട്ട് പോയ ചെടികളുടെ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നപ്പോഴേക്കും അമ്മയുടെ പതിവ് പരിപാടിയായിട്ടുള്ള കിളികൾക്ക് ഭക്ഷണം കൊടുപ്പാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നാട്ടിൽ വന്ന വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറേ കാക്കകളും കരിയില കിളിയും ഓലഞ്ഞാലി കിളിയും അണ്ണാനും ഒക്കെ ആയിട്ട് രാവിലെ കുറേ വിരുന്നുകാരുണ്ട്. അവരവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും ഞങ്ങളും കുളി കഴിഞ്ഞ് അമ്പലത്തിലോട്ട് വന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീടിനടുത്തുള്ള പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ എത്തി അവിടെ തൊഴുതിട്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അഴകിയകാവ് ദേവി ക്ഷേത്രത്തിലും വന്നു. 2 വർഷം മുമ്പ് നാട്ടിൽ വന്ന സമയത്ത് ഒരുപാട് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരുപാട് ഇഷ്ടപ്പെട്ട അമ്പലങ്ങളിൽ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. നാടിന്റെ ഭംഗിയും അമ്പലക്കുളത്തിന്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് നമ്മളിതാ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ നമുക്ക് പുട്ടും പയറും പപ്പടവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ്. മീറ്റ് കഴിക്കാത്ത അമ്മയ്ക്കുള്ള പ്രോട്ടീൻ അവിടെ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈസി പ്രോട്ടീനായിട്ട് ചിക്കൻ അങ്ങോട്ട് റെഡിയാക്കാം. അപ്പം ഞാൻ ചിക്കൻ്റെ പരിപാടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് അച്ഛൻ ചിക്കനും കഴുകി തന്നു. ചിക്കൻ കറി റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇച്ചിരി സേമിയ പായസം റെഡിയാക്കി എടുക്കാം. അപ്പം പിള്ളേർക്കും എനിക്കൊക്കെ ചൗവരി ഇട്ട സേമിയ പായസം നല്ല ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി ചൗവരിയൊക്കെ വേവിച്ച് നമ്മൾ സേമിയ പായസമൊക്കെ റെഡിയാക്കി ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ റെഡിയാക്കി എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇനി ഒരു മൂവിക്ക് പോവാണ്. അപ്പം അച്ഛനും അമ്മയും ഇവിടെ നിന്ന് അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണലേ ഇല്ല, നമ്മളും ഇല്ല. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ച് നമ്മൾ തിയേറ്ററിൽ പോയി മൂവി കാണാൻ പോവാണ്. നമ്മളെ കൊണ്ട് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഹാപ്പി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ടൊരു മൂവി കാണണമെന്ന് തോന്നി. അച്ഛനും അമ്മയും പിന്നീട് അതിന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് തിയേറ്ററിലെത്തി. കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്ററിൽ നിന്ന് ഒരു മൂവിയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വലിയ വണ്ടി പോകാൻ ചെറിയ വണ്ടികളൊക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ പുതിയ വീഡിയോയിൽ കാണാം.